ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ടുള്ള വഴിയും വിവരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റേഡിയോയിലൂടെ മലയാളികളെ അഭിസംബോധന ചെയ്തത്. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും മാലിന്യമുക്ത കേരളം കെട്ടിപ്പടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമായിരുന്നു സന്ദേശത്തിന്റെ തുടക്കം. ലഹരി മരുന്നുകൾ സ്കൂളുകളിലും കോളേജുകളിലും എത്തിക്കാനും അതുവഴി കുട്ടികളെ ലഹരിക്ക് അടിമകളാക്കാനുമുള്ള നീക്കങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഈ വിപത്ത് തുടച്ചു നീക്കുവാൻ സർക്കാരിനൊപ്പം മാതാപിതാക്കളും അണിചേരണം. ഈ ചെറിയ കാലയളവിൽ ജനപക്ഷത്തു നിന്നും ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ, വിലക്കയറ്റ നിയന്ത്രണം എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിനായി ജനങ്ങളും സർക്കാരിനൊപ്പം അണിചേരണം. ഭക്ഷ്യമേഖലയിൽ സ്വയം പര്യാപ്തത കണ്ടെത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്വയം പര്യാപ്തമായ ആരോഗ്യപൂർണമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. മൂലധന നിക്ഷേപത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്നതിനൊപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികളും മുടക്കം വരുത്താതെ സർക്കാർ നിർവഹിക്കുന്നുണ്ട്. ഒരു വശത്ത് മൂലധന നിക്ഷേപത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്നു. മറുവശത്ത് ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് മുൻപോട്ടു പോകുന്നു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ വരും നാളിലും തുടരേണ്ടതുണ്ടെന്നും അതിന് ജനങ്ങൾ കൂടെയുണ്ടാകണമെന്നും മുഖ്യമന്ത്രി സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓണം, ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ടാണ് 3 മിനിറ്റ് നീണ്ടുനിന്ന റേഡിയോ സന്ദേശം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.